അങ്ങനെ ഓപ്പറേഷൻ തുഫാൻ, തുഫാൻ കൊടുങ്കാറ്റാണല്ലോ, ഓപ്പറേഷൻ കൊടുങ്കാറ്റ് വലിയ തോതിലാണ് കേരളത്തിൽ പണിയുന്നത്. 789 പേരെയാണ് ഇതിനോടകം അറസ്റ്റ് ചെയ്തത്. കിലോ കണക്കിന് മയക്കുമരുന്നും ഗഞ്ചാവും ലഹരി വസ്തുക്കളുമാണ് പിടിച്ചത്. പിടിച്ചവർക്കെല്ലാം അതിൻ്റെ കാരിയർമാരായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും വലിയ കടുത്ത ശിക്ഷയാണ് കിട്ടുന്നത്. നമ്മളിത് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്തുമാത്രം ആളുകളാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരുന്നത്, എത്ര തലമുറകളെയാണ് ഇത് നശിപ്പിക്കുന്നത്. ലഹരി പദാർത്ഥത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, അത് ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ ഉപയോഗിച്ചില്ലെങ്കിലും ശാരീരിക അസ്വസ്ഥയും മാനസിക അസ്വസ്ഥയും സ്ട്രെസ്സും ഒക്കെ വരും. ഒരുപാട് ഉപയോഗിച്ചാലും അത് അഡിക്ഷനായി അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ ഗൗരവമുള്ളൊരു വിഷയം. അപ്പോൾ പല ആളുകളും പറയും വിദേശ രാജ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിലെ ആളുകളല്ല മലയാളികളും കേരളീയരും ഇന്ത്യക്കാരുമൊക്കെ. നമ്മൾ വൈകാരികമായി അതിവൈകാരികമായി വിഷയങ്ങളെ സമീപിക്കുന്നവരാണ്. നമ്മൾ ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളിലും നമ്മൾ ചാനലുകളിലും അല്ലാതെയൊക്കെ മനസ്സിലാക്കുമ്പോൾ ഒരു ബെഗ് മദ്യവുമായിട്ട് അല്ലെങ്കിൽ ബിയറുമായിട്ടൊക്കെ മണിക്കൂറുകൾ ഇരുന്ന് അത് കുറേശ്ശെ കുടിക്കുകയും ആവശ്യ ഭക്ഷണം കഴിക്കുകയും ആവശ്യ റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളിവിടെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് വല്ലതും കിട്ടുമോ അല്ലെങ്കിൽ വില കുറച്ച് കിട്ടുമെന്ന് പറയും. നമ്മൾ ആളുകൾ ഇത് ഉപയോഗിക്കുന്നവർ വളരെ വലിയ രീതിയിൽ ഇത് ഉപയോഗിക്കും. അതുപോലെയുമല്ല, മദ്യം പോലെയും സിഗരറ്റ് പോലെയുമല്ല, ചെയിൻ സ്മോക്കർമാരൊക്കെ ഉണ്ട്. അതിനേക്കാളൊക്കെ മാരകമാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ. ഇത് ഒരിക്കൽ ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ ഉപയോഗിക്കാനുള്ള ട്രെൻഡ് കാണിക്കും. ഉപയോഗിച്ചുകൊണ്ടിരുന്നാലും പ്രശ്നമാണ്, അമിതമായി ഉപയോഗിച്ചാലും പ്രശ്നം, ഉപയോഗം നിർത്തുമ്പോഴും ചില പ്രശ്നങ്ങൾ ശരീരത്തിനും മനസ്സിനും തലച്ചോറിനും ഹാർട്ടിനുമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള ശക്തമായ നടപടിയാണ് ആഭ്യന്തര വകുപ്പും വിജിലൻസ് വകുപ്പും നടത്തുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അവർ ഇതിനകത്തൊരു വലിയ വൈകാരികമായി വിഷയത്തെ കണ്ടിട്ട്, കഴിഞ്ഞ അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പോലും അല്ലായിരുന്നിട്ടും പോലും 14 ജില്ലകളിലും മാരത്തോണുകൾ നടത്തി, വാക്കത്തോണുകൾ നടത്തി, അങ്ങനെ ഒരുപാട് ആളുകളെ ഇതിനകത്തേക്ക് മൊബിലൈസ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോൾ മനോഹരമായ രീതിയിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും അധികാരം കൊടുത്തുകൊണ്ട് വിജിലൻസ് വകുപ്പിനെയും എക്സൈസ് വകുപ്പിനെയും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്ന പേരിൽ നടക്കുന്നു. പക്ഷേ നമുക്കിത് പറയാനുള്ളത്, ഈ ഓപ്പറേഷൻ തുഫാൻ എന്ന പദ്ധതി കൊണ്ട് മാത്രം ഇതിൻ്റെ വേരറക്കാൻ കഴിയില്ല. കാരണം ഒരിക്കൽ ഇതിൻ്റെ സോഴ്സ് തീർത്തു എന്ന് വിചാരിച്ചാലും ഇത് കോടാനുകോടി രൂപയുടെ, ഇപ്പോൾ വിദേശികളായി 2 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന പോലെ വളരെയധികം വിദേശ ബന്ധങ്ങളും ഒരുപാട് രാജ്യങ്ങളും പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ വലിയ കച്ചവടം നടത്തുന്ന, അവരുടെ വ്യവസായിക അടിസ്ഥാനത്തിൽ ഇത് കൃഷി ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോൾ ടെക്നോ പാർക്കിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരാളിനെ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം കഞ്ചാവ് കൃഷി ചെയ്ത് വളരെ മനോഹരമായിട്ട് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുകയാണ് ലോകത്ത്. അപ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് സിഗരറ്റിനെതിരെ വർത്തമാനം പറയുന്ന ഡോക്ടർമാരുണ്ട്. മദ്യവിരുദ്ധ സമിതിയിൽ നിന്നുകൊണ്ട് നേരെ പിന്നെ പോയി മദ്യപിക്കുന്ന കഥ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കറിയത്തില്ല അങ്ങനെ മദ്യവിരുദ്ധ സമിതിയിലുള്ളവർ മദ്യപിക്കുമെന്ന്. പക്ഷേ സിനിമയിൽ നമ്മൾ അങ്ങനെ കണ്ടു. അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവർക്കുള്ളതാണ്, നമുക്കുള്ളതല്ല എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ ഇതിൻ്റെ വേരറക്കുക, സോഴ്സിൽ വെച്ച് തന്നെ ഇതിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു മനോഭാവ മാറ്റം കുട്ടികൾക്ക് ആവശ്യമുണ്ട്, മുതിർന്നവർക്ക് ആവശ്യമുണ്ട്. ആ മനോഭാവ മാറ്റത്തിന് ആവശ്യമുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ചിന് ആവശ്യമുള്ള കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ് കൂടി നടക്കേണ്ടതുണ്ട്. അതിന് സമൂഹത്തെ ആകെ സജ്ജമാക്കണം. ഇവിടുത്തെ മാധ്യമങ്ങൾ, പത്രങ്ങൾ, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ, പിന്നെ വ്യക്തികൾ, കുടുംബങ്ങൾ, അങ്ങനെ എല്ലാവരെയും യോജിപ്പിക്കുന്ന വലിയ ക്യാമ്പയിനുകളും കാര്യങ്ങളും കൂടിയൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ രസകരമായ രീതിയിലാണിത്. വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു റെവല്യൂഷനാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ അമ്മമാർ ഈ 759 പേരെ പിടിച്ചു എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകളാണ് വളരെ സന്തോഷിക്കുന്നത്. കാരണം അവരുടെ മക്കൾ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ മക്കൾ, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ, അവരുടെ കുടുംബത്തിലെ ആൺകുട്ടികൾ, കൂടുതലും ആൺകുട്ടികളും ആണുങ്ങളുമാണ് ഇതിനകത്ത് ചെന്നുവിടുന്നത്. ഈ വലയിൽ ചെന്നുപെട്ട് ഒരിക്കൽ ഊരിപ്പോരാൻ കഴിയാതെ, ഇതൊരു വലിയ ഗുണ്ടാ സംഘമാണ്, ഒരു മാഫിയ വലയമാണ്. ആ വലയത്തിനകത്ത് ചെന്നുപെട്ടാൽ ഊരിപ്പോകാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഒരു കാരിയറായാൽ അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്ത് ജീവിതാവസാനം വരെ കാരിയറാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നു എന്ന് കേൾക്കുന്നത് മനോഹരമാണ്. അതങ്ങനെ മനോഹരമായിട്ട് നടക്കട്ടെ. വളരെ വലിയ രീതിയിൽ ഇത് പ്രോജക്റ്റിൻ്റെ രീതിയിലാണ് പോകുന്നത്, ഒരു മിഷൻ മോഡിലാണ്. പോലീസ് ഇതിനകത്ത് വലിയ ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം, ജൂൺ 1 തുടങ്ങിയത്. അതിൻ്റെ തലയ്ക്കും തലേ ദിവസം തന്നെ മുതൽ ഇതിൻ്റെ വേട്ട തുടങ്ങിയിരുന്നു.
ഒരുപാട് അതുപോലെ പെട്ടിക്കട തിരുവനന്തപുരത്താണെങ്കിൽ കോർപ്പറേഷൻ മേയറുടെ നേതൃത്വത്തിലും ഹെൽത്ത് സ്ക്വാഡിൻ്റെയും നഗരാസൂത്രണ ചെയർമാൻ്റെയൊക്കെ നേതൃത്വത്തിൽ കണ്ണമൂല പിന്നെ വാർഡിലെ കൗൺസിലറുടെയൊക്കെ നേതൃത്വത്തിൽ വ്യാപകമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ ഭാഗങ്ങളിലെ ലോട്ടറിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് കടകളാണ്. അതൊന്നും യഥാർത്ഥ ലോട്ടറി കടകളൊന്നുമല്ല. അതുകൊണ്ട് യഥാർത്ഥ ലോട്ടറിക്കാരോട് നമ്മൾ പിണങ്ങേണ്ട കാര്യമില്ല. യഥാർത്ഥ ലോട്ടറിക്കാർ ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരാണ്. പക്ഷേ അതിൻ്റെ പേരിൽ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെറുതെ ഒരു ലോട്ടറി തട്ടിടുക, അതിൻ്റെ അടിയിലോട്ട് മുകളിലും പഴയ ലോട്ടറികൾ വാരി വയ്ക്കുക, അതിൻ്റെ അടിയിൽ ചെറിയൊരു അറകൾ ഉണ്ടാക്കി അതിനകത്തേക്ക് എന്ത് കൊണ്ടുവരിക, കൃത്യമായി ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്ന വളരെ 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 മോശമായിട്ടുള്ള അതും കിലോ കണക്കിന് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ ഓപ്പറേഷനാണ് നടക്കുന്നത്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. ഇൻഫോം ചെയ്യുന്ന ആളുകളുടെ പേര് പുറത്ത് പറയാതെ വളരെ കൃത്യമായ ഓപ്പറേഷൻ നടന്നാൽ 10,000-ങ്ങളെ പിടിക്കാൻ പറ്റും. എന്തായാലും 789 പേരെന്ന് പറഞ്ഞാൽ ചെറിയ നമ്പരല്ല. വലിയ വേട്ടയാണ് സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നത്, ലഹരി വേട്ട. പക്ഷേ ഇത് തീർക്കരുത്. ഇത് കണ്ടിന്യൂസ് പോകണം എന്ന് മാത്രമല്ല, ഈ സമൂഹത്തെ ഇതിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ സിഗരറ്റിനെതിരെയൊക്കെ ഉണ്ടായതുപോലുള്ള വളരെ വ്യാപകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള വളരെ വ്യാപകമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെ അഴിച്ചുവിടേണ്ടതുണ്ട്. ഒരു മൊമെൻറ്റം തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇവിടെ മദ്യവിരുദ്ധ സമിതികളുണ്ട്, ലഹരി വിരുദ്ധ സമിതികളുണ്ട്, ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. അവരെ എല്ലാം വച്ചുകൊണ്ട് വളരെ കൃത്യമായ ചില പ്രവർത്തനങ്ങൾ നടത്താൻ ഗവൺമെൻറ്റിന് കഴിയണം. അതിൽ ഓപ്പറേഷൻ തുഫാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അത് സൈലൻ്റായി നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇപ്പുറത്ത് ജനങ്ങളെയാകെ പങ്കെടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകണം. വിദ്യാർത്ഥികൾ SPCക്കൊക്കെ ഇതിനകത്ത് വലിയ റോൾ എടുക്കാൻ പറ്റും. ആ നിലയിൽ ഈ കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അത് ഓപ്പറേഷൻ തുഫാൻ്റെ ഭാഗമായി നാർക്കോട്ടിക് ഹണ്ട് എന്ന പേരിൽ വളരെ മനോഹരമായ ഒരു പദ്ധതി സംസ്ഥാനത്ത് വിഭാവനം ചെയ്ത ആഭ്യന്തരമന്ത്രിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. എന്തായാലും പദ്ധതി നടക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.